മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഗുണം ബെനിഫിഷ്യറീസായിട്ട് ക്രിസ്ത്യൻസ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിൽ എടുത്ത് നോക്കുക. എ കെ ആന്റണി മുഖ്യമന്ത്രിയായി, പിന്നെ അതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, അവർക്കൊക്കെ വലിയ ദീർഘകാല മുഖ്യമന്ത്രിമാരായിരിക്കാനുള്ള അവസരം കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ 90% പേരും സെക്കുലർ തന്നെയാണ്, അവർ നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ 10% പേര് മതി കടലിൽ പിന്നെ ഈ വിഷം കലക്കാൻ. അതുകൊണ്ട് അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ബാക്കി സമുദായത്തിൽ, പിന്നെ ആ സമുദായത്തിൽപ്പെട്ട ബാക്കി വിശ്വാസികൾ കൂടിയാണ്. ഒരു മണ്ഡലത്തിൽ രാജിവെച്ചിട്ട് അവിടുന്ന് തൃശ്ശയും കൂടെ അങ്ങോട്ട് വരും. അതായത് എങ്ങനായിരുന്നോ പിന്നെ എം ജി ആറും ജയലളിതയും അതേപോലെ തന്നെ പിന്നെ തുല്യമായിട്ടുള്ള രീതിയിൽ വിജയും തൃശ്ശയും കൂടെ അങ്ങ് ഭരിക്കുന്നുള്ള രീതിയായിരിക്കും. പക്ഷേ വിജയ് കുറച്ചുകൂടെ മെച്ചുറായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഖജനാവ് കാലിയാണ് എന്നാണ് വിജയ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതായത് വിജയ് ആദ്യ ഖജനാവിലാണ് പോയി നോക്കിയത് വല്ലതും എടുക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ എടുക്കാനുണ്ടോ നോക്കിയപ്പോൾ അതിന് കാര്യമാന്ന് പറഞ്ഞു. അതെല്ലാം സ്റ്റാലിനടുത്ത് തീരുമാനമാക്കിയിട്ടുണ്ട്. രജനീകാന്ത് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. പക്ഷേ രജനീകാന്താണ് മൂപ്പനാരും പിന്നെ കരുണാനിധിയും കൂടെ കൂടിയിട്ടുള്ള മുന്നണി ഉണ്ടാക്കുമ്പം, അന്ന് തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാക്കുമ്പം അവർക്ക് 39 സീറ്റും ലോക്സഭയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത് രജനീകാന്തും ജയലളിതയും തമ്മിൽ അന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് എന്ന ദളപതി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജാതിയും മതമൊന്നും പറയുന്നത് ശരിയല്ല, പക്ഷേ എങ്കിൽ തന്നെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മുഖ്യമന്ത്രിമാരെക്കുറിച്ചും അവരേത് വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു തമിഴ്നാട്ടിലെ വിജയുടെ വിജയത്തെയും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ സമുദായം ഒക്കെ വെച്ച് നോക്കുമ്പോൾ? അതായത് സമുദായത്തിലേക്ക് വരുന്നതിന് മുമ്പ് തമിഴ്നാട്ടിലെ വിജയം മിന്നുന്ന വിജയം തന്നെയാണ്. യഥാർത്ഥത്തിൽ വെടി പൊട്ടിക്കഴിഞ്ഞു. കാരണം കോൺഗ്രസ് ഒരുമിച്ച് DMKയുടെ കൂടെ മുന്നണിയായി നിന്നവർ നേരം വെളുത്തപ്പോഴത്തേക്ക് വോട്ട് പുറത്താണ് വിജയ് മുഖ്യമന്ത്രിയാവുമെന്ന് കണ്ടപ്പോൾ വിജയുടെ കൂടെയും കൂടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2004 തൊട്ട് 2014 വരെയുള്ള മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ കൂടെ അടിയുറച്ച് നിന്ന ഒരു പാർട്ടിയാണ് DMK. ആ DMKയോട് അവർ ചെയ്തിട്ടുള്ളത് ഒരു നീതികളാണ് എന്ന് പറയുന്നതിനകത്ത് കുറ്റമൊന്നുമില്ല. 22 വർഷത്തെ രാഷ്ട്രീയ ബന്ധം. പക്ഷേ പിന്നെ അത്രയും വർഷത്തെ രാഷ്ട്രീയ ബന്ധവും ഒരുമിച്ചിട്ടുള്ള കൂട്ടുമുന്നണി സർക്കാരും ഒക്കെ ഉണ്ടാകുമ്പോഴും പാവം സർദാർജിക്ക് ഇല്ലാത്ത ചീത്തപ്പേര് മുഴുവൻ ഉണ്ടാക്കി കൊടുത്തതും DMK തന്നെയാണ്. രാജ്യം കനിമൊഴി എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഡിങ്കോൾഫി 2G സ്പെക്ട്രം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കുംഭകോണങ്ങളൊക്കെ നടന്നിട്ടുള്ള സമയത്താണ്. പിന്നെ അന്ന് അവരുടെ കുടുംബത്തിൽ തന്നെ, കരുണാനിധിയുടെ കുടുംബത്തിൽ തന്നെ അഴഗിരിയും സ്റ്റാലിനും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കനിമൊഴിക്ക് പിന്നെ അന്ന് പിന്നെ രാജയ്ക്ക് അഡിക്റ്റായിരുന്നു. അങ്ങനെ നിൽക്കുകയായിരുന്നു ഇത്. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ജോസഫ് വിജയ് എന്ന് പറയുന്ന ക്രിസ്മത വിശ്വാസിയായ ഒരാൾ, അദ്ദേഹം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനം, തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ പിന്നെ പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ്. തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് കാണേണ്ടതാണ്. അതുമാത്രമല്ല, ഇലക്ഷൻ്റെ സമയത്താണെങ്കിലും മുട്ടയിലിഴഞ്ഞ് പള്ളിയിൽ പോകുന്ന ആൾക്കാർക്ക് മുമ്പിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അവിടെ ജാതി മത പരിഗണനകൾക്ക് അതീതമായി മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഗുണം ബെനിഫിഷ്യറീസായിട്ട് ക്രിസ്ത്യൻസ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിൽ എടുത്ത് നോക്കുക. എ കെ ആന്റണി മുഖ്യമന്ത്രിയായി, പിന്നെ അതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, അവർക്കൊക്കെ വലിയ ദീർഘകാല മുഖ്യമന്ത്രിമാരായിരിക്കാനുള്ള അവസരം കിട്ടി. എ കെ ആന്റണി 3 തവണ മുഖ്യമന്ത്രിയായ ആളാണ്. ഉമ്മൻചാണ്ടി 2 തവണ മുഖ്യമന്ത്രിയായി. അതേസമയം CH മുഹമ്മദ് കോയ എന്ന് പറയുമ്പം ന്യൂനപക്ഷ സമുദായത്തിൽ തന്നെയുള്ള ആൾക്ക് 1.5 മാസം മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ അവസരം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ രാജ്യത്തെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിജയ് ഇപ്പോൾ വന്നു. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ തന്നെ കോൺറാഡ് സാങ്മ മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ്. നെഫ്യൂ റിയോ നാഗാലാൻഡിനെയാണ്. സോറന്തങ് പിന്നെ മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ മിസോറാമിലെ മുഖ്യമന്ത്രിയാണ്. നോർത്ത് ഈസ്റ്റിൻ്റെ മൊത്തത്തിൽ പിന്നെ അവിടുത്തെ പോപ്പുലേഷനകത്തും ക്രിസ്ത്യൻസിന് നല്ല പ്രാധാന്യമുണ്ടെന്നുള്ളത് പറയാം. പക്ഷേ അതല്ലാത്തത് വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ YS രാജശേഖർ റെഡ്ഡി, ആന്ധ്രാപ്രദേശ് കണ്ട എക്കാലത്തെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡി, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി, അവരാണെങ്കിൽ പിന്നെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിൽക്കുന്ന ക്രിസ്ത്യൻസും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പലരും പല ഘട്ടത്തിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലരും പല ഉന്നത പദവികളിലെത്തിയിട്ടുണ്ട്. അതേസമയം ജമ്മു കാശ്മീരിൽ നിന്നല്ലാതെ അങ്ങനെ മുഖ്യമന്ത്രിമാർ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പിന്നെ അധികം വരുന്നില്ല. വന്നവർക്കൊന്നും കാലാവധി തയ്ക്കാൻ അവസരം കിട്ടിയിട്ടുമില്ല. വന്നിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ AR ആന്തുലയൊക്കെ മുഖ്യമന്ത്രിയായിരുന്നു, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള പിന്നെ കുറേ പേരുടെ കാര്യം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പം ഈ പിന്നെ AR ആന്തുല മാത്രമല്ല, ബർക്കത്തുള്ള ഖാൻ രാജസ്ഥാനിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അബ്ദുൾ ഗഫൂർ ബീഹാറിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. CH പിന്നെ പക്ഷേ ബർക്കത്തുള്ള ഖാൻ വെറും 2 വർഷമാണ് മുഖ്യമന്ത്രിയായതും
അബ്ദുൽ ഗഫൂർ 2 വർഷമാണ് മുഖ്യമന്ത്രിയായത്. CH മുഹമ്മദ് കോയ 1.5 മാസമാണ് മുഖ്യമന്ത്രിയായത് കേരളത്തിൽ. സൈദ അൻവാറ തൈമൂർ ആസാമിലെ മുഖ്യമന്ത്രിയായത് 1 വർഷമാണ് മുഖ്യമന്ത്രിയായത്. AR ആന്തുലെ മഹാരാഷ്ട്രയിൽ 2 വർഷമാണ് മുഖ്യമന്ത്രിയായത്. AR ആന്തുലേക്ക് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കന്മാരിലെ ആളായിരുന്നു. മുഹമ്മദ് അലിമുദ്ദീൻ മണിപ്പൂരിൽ അദ്ദേഹം 1 വർഷമാണ് മുഖ്യമന്ത്രിയായത് എന്നുള്ളതാണ്. ഇവർക്കൊന്നും ഒരു ടേം പൂർത്തീകരിച്ച് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർക്ക് ഒരു സ്റ്റെബിലിറ്റിയും കൺസിസ്റ്റൻസിയും ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി അവിടെ കിടന്ന് കാണിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. അസദുദ്ദീൻ ഒവൈസി തിന്നുമില്ല തീറ്റിക്കുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് ബിജെപിയുടെ ബി ടീം തന്നെ, ബിജെപിയുടെ പൈസയും മേടിച്ചിട്ട് ഇപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടിയുള്ളത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ പുറകെ മുസ്ലിം സമൂഹം പോകുന്നത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ലോകത്തെല്ലായിടത്തും അങ്ങനത്തെ പാർട്ടികൾ ഉണ്ടാകുന്നുണ്ട്. മുസ്ലിം ജനസംഖ്യയ്ക്ക് കുറച്ച് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ മുസ്ലിം പാർട്ടി ഉണ്ടാക്കും. അത് പൊതുധാരയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. മെയിൻ സ്ട്രീം പാർട്ടിക്കകത്ത് ഇപ്പോൾ CPM-നകത്തോ കോൺഗ്രസിനകത്തോ BJP-ക്കകത്തോ ജനതാദളിനകത്തോ ഒക്കെ ഇതേപോലുള്ള ആൾക്കാർ വരികയാണെങ്കിൽ അവർ അക്കോമഡേറ്റ് ചെയ്യപ്പെടും. ഇപ്പം മുഫ്തി മുഹമ്മദ് സയ്യിദ് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വന്നിരുന്നു. പക്ഷേ കാശ്മീരിൽ നിന്നാണ്. ഗുലാം നബി ആസാദ് കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായിട്ട് വന്നിരുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് എറിഞ്ഞു പോകേണ്ടി വന്നു. ബാക്കി അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഒന്നും വേണ്ടത്ര അക്കോമഡേറ്റ് ചെയ്യാനോ അവർക്ക് വേണ്ടത്ര ഒരു ക്ലച്ച് പിടിക്കാനോ പറ്റാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ല. അവർ രാജ്യത്തെ ഏറ്റവും എണ്ണം പറഞ്ഞ നേതാക്കന്മാരാണ്. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മുടെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ 33-ാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിനകത്ത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ടാകുമ്പോഴും അവർക്ക് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വലിയ ത്രെട്ടായിട്ട് നിൽക്കുക. ഈ ഐഡൻറ്റിറ്റി സ്വത്ത രാഷ്ട്രീയവാദികൾ ഇവിടെ എല്ലാം നുഴഞ്ഞു കയറുകയും ഇപ്പോൾ ഒവൈസി സ്വത്ത രാഷ്ട്രീയവാദമാണ് പറയുന്നത് മറ്റവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് BJP-യെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളതിൻ്റെ അപകടം വല്ലാതെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുഖ്യധാരാ പാർട്ടികളുടെ കൂടെ ചേർന്ന് നിന്നാൽ മാത്രമേ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അർഹമായ പരിഗണന ലഭിക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേന്ദ്ര ക്യാബിനറ്റിനകത്താണെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രിമാരാണെങ്കിലും ഇവിടെ അത്ര വലിയ വർഗീയതയും കുന്തവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആന്ധ്രാപ്രദേശിൽ YS രാജശേഖർ റെഡ്ഡിയെ പോലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി, അതിനുശേഷം ജഗൻമോഹൻ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിയാവുന്നു. ജഗൻമോഹൻ്റെ പെങ്ങൾ ഇപ്പോൾ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. മാത്രമല്ല ഈ റിസൾട്ട് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ റിസൾട്ട് വരുമ്പോൾ ജോസഫ് വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാവുന്നു. തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനികൾ എത്ര പെർസെൻറ്റേജുള്ള വളരെ കുറവാണ്. ശതമാനക്കണക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് 3-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിലെ ജനസംഖ്യ 2-ാം സ്ഥാനത്തായിരുന്നു ഒരു കാലത്ത്. ഇന്തോനേഷ്യയ്ക്ക് ശേഷം 2-ാം സ്ഥാനത്തായിരുന്നു. ലോകത്ത് പാകിസ്ഥാനേക്കാളോ ബംഗ്ലാദേശിനേക്കാളോ അറേബ്യൻ രാജ്യങ്ങളെക്കാളോ കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് ആരും ഇവരെ മുമ്പിൽ കൊണ്ടുവരാതെ മൂലയ്ക്കിരുത്തുന്നതല്ല, സ്വയം മൂലയ്ക്ക് ഒതുങ്ങി പോകുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഒരു കുഴപ്പമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം DMK സംബന്ധിച്ചിടത്തോളം ഐഡന്റിറ്റി പൊളിറ്റിക്സ് മാത്രമല്ല രാജ്യത്ത്, കാരണം ഈ പലപ്പോഴും തങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു ധാരണയിൽ നിന്ന് അവർ ചിലത് കാട്ടിക്കൂട്ടുന്നില്ലേ? ഒരു അപരബോധം ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഞങ്ങളെ വേറിട്ട് കാണുന്നുണ്ടോ എന്നുള്ള തോന്നൽ ഒരു മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അതുണ്ടാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എവിടെയെങ്കിലും അങ്ങനെ കാരണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടാണ്. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു രോഗമാണെങ്കിൽ ആ രോഗം പരത്തുന്ന വൈറസുകൾ ഇസ്ലാമിക തീവ്രവാദികളാണ്. ഇസ്ലാമിക തീവ്രവാദികൾ എവിടെയെങ്കിലും കൈവെട്ടാനും കാലുവെട്ടാനും കുന്തിരിക്കും കത്തിച്ചോളാൻ പറയാനും ഒക്കെ പറയുമ്പോഴാണ് ബാക്കിയുള്ള മതസ്ഥർക്ക് അവരോടൊരു ഭീതി വരുന്നത്. അവരെ ഇപ്പം ഞാനൊക്കെ അവരുടെ ഇടയിൽ ജീവിച്ച് വളരുന്നതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. അതേസമയം പലപ്പോഴും മറ്റു പലരും നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ബാക്കിയുള്ള എവിടെന്നെങ്കിലുമൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ മലപ്പുറത്ത് ജീവിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ മലപ്പുറം വളരെ മനോഹരമായിട്ടുള്ള സന്ദേശം ഈ തവനൂർ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ 90% പേരും സെക്കുലർ തന്നെയാണ്, അവർ നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ 10% പേര് മതി കടലിൽ ഈ വിഷം കലക്കാൻ. അതുകൊണ്ട് അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ബാക്കി സമുദായത്തിൽ ആ സമുദായത്തിൽപ്പെട്ട ബാക്കി വിശ്വാസികൾ കൂടിയാണ്. കാരണം പേര് കാണുമ്പോൾ മുസ്ലിമാണ് പേരുകാരനാണെന്ന് പറയുമ്പോൾ അവൻ്റെ സംശയത്തോടു കൂടി നോക്കി കാണുന്നൊരവസ്ഥ. അത് ഈരാറ്റുപേട്ടയിലും മറ്റിടത്തുമൊക്കെ കുറേ അങ്ങനത്തെ വൃത്തികേടുകൾ നടക്കുന്നുമുണ്ട്. അത് ഫാക്റ്റാണ്. മലപ്പുറത്ത് അത്രയും നടക്കാത്തത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിം ലീഗിൻ്റെ സെക്യുലർ പ്ലാറ്റ്ഫോമിൽ അവിടെ നിൽക്കുന്നതുകൊണ്ടും അവർ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ടുമാണ്.
അവർ പിന്നെ ഇടതുപക്ഷമായിട്ട് അടവ് നയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇപ്പോൾ UDF-ന്റെ ഭാഗമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ ചീഞ്ഞ വർഗീയത 1-2 പേരൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരും, പിന്നെ റിയാസിൻ്റെതും വീണയുടേതും കല്യാണമല്ല വ്യഭിചാരമാണെന്ന് പറഞ്ഞ് കല്ലായി കാക്കായും അങ്ങനെയുള്ള വിവരം കിട്ടവർ കുറച്ചെണ്ണം ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ നമുക്കറിയാവുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അവരുടെ MLA-മാർ MP-മാർ അവരുടെ ഭാരവാഹികളെന്നൊക്കെ പറയുന്നത് സെക്കുലറാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. മാതൃകാപരമായി അവരവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതങ്ങൾ കൊണ്ടുപോകുന്നു, ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാ മതത്തിനകത്തും തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ട്. രഹസ്യമായിട്ട് ക്രിസ്ത്യാനിക്കകത്ത് തന്നെ കാസയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രത കൂടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പോൾ പക്ഷേ കാസയുടെ രൂപീകരണത്തിന് വേണ്ടിയുള്ള ചില കാരണങ്ങളുണ്ട്. കെവിൻ പീറ്ററിൻ്റെ ജീവിതത്തിലെ ഒരു തിക്താനുഭവത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് അവനവൻ്റെ നെഞ്ച് പൊള്ളുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയാതെ തീവ്രവാദ വഴിയിലേക്ക് പോകും. കാരണം എനിക്ക് കെവിൻ്റെ സംഭവം എന്താണെന്നുള്ളത് എനിക്കറിയാം, അത് കൃത്യമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ജോസഫ് പിന്നെ വിജയ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്റ്റാലിൻ ഈ ഡൈയൊക്കെ അടിച്ച് നടക്കുന്നതേ ഉള്ളൂ. വയസ്സെത്രയെന്നാ കരുതി സ്റ്റാലിൻ്റെ സ്കിൻ കെയറൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ട് എന്നിട്ട് തന്നെ ചുളിവുകൾ അറിയാനുണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചതുപോലെ തന്നെ 2 മണ്ഡലങ്ങളിൽ ജയിച്ചു, ഒരു മണ്ഡലത്തിൽ അത് രാജിവെച്ചിട്ട് അവിടുന്ന് തൃശ്ശൂരും കൂടെ അങ്ങോട്ട് വരും. അതായത് എങ്ങനെയായിരുന്നോ പിന്നെ MGR-ഉം ജയലളിതയും അതേപോലെ തന്നെ പിന്നെ തുല്യമായിട്ടുള്ള രീതിയിൽ വിജയും തൃശ്ശൂരും കൂടെ അങ്ങ് ഭരിക്കുന്നുള്ള രീതിയായിരിക്കും. പക്ഷേ വിജയ് കുറച്ചുകൂടെ മെച്ചുറായിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം വിജയ് കൺമുമ്പിൽ 10 വർഷത്തെ എഫേർട്ടാണ്. കൺമുമ്പിൽ ഓരോന്ന് കണ്ടാണ്. വിജയുടെ അച്ഛനും തമ്മിൽ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അറിയാലോ. അപ്പോൾ വിജയ് പിന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇപ്പോൾ നമ്മളെക്കാൾ പ്രായത്തിന് മൂത്ത ഒരാളാണ് വിജയ്. എന്നാലും ഒരുപാട് പ്രായക്കൂടുതലൊന്നുമില്ല. വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കയറ്റിറക്കങ്ങൾ കണ്ടതാണ്. പിന്നെ ജയലളിതയെ നിയമസഭയിലിട്ട് സാരി വലിച്ചു കീറുന്നതും, കരുണാനിധിയെ രാത്രി പിന്നെ ജയലളിതയുടെ പോലീസ് പോയിട്ട് പിന്നെ വയസ്സുകാലത്ത് പിടിച്ച് വലിച്ച് അയാൾ പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങുന്നതും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഉയർച്ച താഴ്ചകളെല്ലാം കണ്ടതാണ്. കമലഹാസൻ്റെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു. രജനീകാന്ത് വരെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുള്ള സ്ഥിതി ഉണ്ടായി. രജനീകാന്ത് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. പക്ഷേ രജനീകാന്താണ് മൂപ്പനാരും പിന്നെ കരുണാനിധിയും കൂടെ കൂടിയിട്ടുള്ള മുന്നണി ഉണ്ടാക്കുമ്പം അന്ന് തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാക്കുമ്പം അവർക്ക് 39 സീറ്റും ലോക്സഭയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത് രജനീകാന്തും ജയലളിതയും തമ്മിൽ അന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ രജനീകാന്ത് പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു വെടി പൊട്ടിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി പൊട്ടിച്ചേക്കുന്ന വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് DMK പറഞ്ഞിരിക്കുന്നത് ഈ ഇവരുടെ തമിഴ് ദേശീയതയുണ്ടല്ലോ, അപ്പോൾ തമിഴ് തായ് വാഴ്ത്തല്ല, അതിന് പകരം വന്ദേ മാതരം ചൊല്ലി എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്പ്ലിറ്റിംഗ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പിന്നെ കേരളം കേളികേട്ട കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടുന്നുണ്ട്. പക്ഷെ നമ്മൾ വന്ദേ മാതരം ചൊല്ലാതെ ഇതുപോലെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഇതിൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ഏകോപിപ്പിച്ച് നിർത്തേണ്ടുന്ന, എല്ലാ ഭിന്നതകൾക്കിടയിലും ഏകോപിപ്പിച്ച് നിർത്തേണ്ടുന്ന, നമ്മുടെ സ്വത്വത്തെ മറികടക്കാതെ തന്നെ അതിനെ പിന്നെ നഷ്ടപ്പെടുത്താതെ തന്നെ ഏകോപിപ്പിച്ച് നിർത്തേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. അത് തമിഴ്നാട്ടുകാരനുണ്ട്, മലയാളിക്കുണ്ട്, ആന്ധ്രാക്കാരനുണ്ട്, നോർത്ത് ഈസ്റ്റിലുള്ളവനുണ്ട്, കാശ്മീരിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാശ്മീരിൻ്റെതായൊരു പാട്ട് അതേ ആദ്യം ചൊല്ലുള്ളൂ എന്നുള്ളത് പറയുന്നതിനകത്തൊക്കെ ഈ സങ്കുചിത മായിട്ടുള്ള വികാരങ്ങൾ കത്തിക്കാനും തമിഴ് വികാരം കൊണ്ടുവരാനും തമിഴ് ദേശീയത കൊണ്ടുവരാനും സ്റ്റാലിൻ കുറേ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് തമിഴ് ജനത തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം തമിഴർക്ക് തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ പിന്നെ വാളയാറിൻ്റെയും പിന്നെ നമ്മുടെ ഗുണ്ടൂരിൻ്റെ ഇപ്പുറം അല്ല നെല്ലൂരിൻ്റെ ഇപ്പുറം അപ്പോൾ ഇതിനും ഇടയ്ക്ക് കിടന്നിട്ട് കളിച്ചാൽ പോരാ. അവർക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകണം. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ ജോലി പിന്നെ ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ അവരെ തമിഴൻ എന്ന് പറഞ്ഞ് ഒരു പിന്നെ നികർഷനായി കാണുന്ന രീതിയിൽ വേർതിരിവ് അവനെ ഇന്ത്യക്കാരനായിട്ട് കാണാത്തൊരവസ്ഥയിലേക്ക് ഉണ്ടാക്കി വെക്കുന്ന സംഭവങ്ങൾ ആര് ചെയ്താലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഈ തമിഴ് തായ് വാഴ്ത്ത് പിന്നെ പാടിയതിനകത്ത് ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അപ്പം പക്ഷേ ഇതിൻ്റെ വരാൻ പോകുന്ന DMK ഒന്നത് പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി അടുത്ത ഗോളടിച്ചു. കോൺഗ്രസ് ആണെങ്കിൽ നേരെ ഇവരെ കൂടെ കൂടുകയും ചെയ്തു. കോൺഗ്രസിലെ ആൾക്കാരെ ആരും ഇതുവരെ മന്ത്രിമാരാക്കിയിട്ടില്ല, ഇനി ആക്കുമെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ ADMK എന്നും ചിലർ ഇപ്പോൾ TVയുടെ കൂടെ കൂടുന്നുണ്ട്. കാരണം ഭരണം ഇനിയിപ്പോൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒട്ടി നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഖജനാവ് കാലിയാണ് എന്നാണ് വിജയ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതായത് വിജയ് ആദ്യം ഖജനാവിലാണ് പോയി നോക്കിയത് വല്ലതും എടുക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ എടുക്കാനുണ്ടോ നോക്കിയപ്പോൾ അതിന് കാലിയാന്ന് പറഞ്ഞു. അതെല്ലാം സ്റ്റാലിനടുത്ത് തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പം വിജയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നരേന്ദ്രമോദി ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു സർജിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്ക് അതിനകത്ത് നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞത് 10-30 വർഷമായിട്ട് DMK പിന്നെ അവരുടെ കൂടെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞു.
അപ്പം മെല്ലെ DMK ഇപ്പുറത്തോട്ട് മെല്ലെ പിടിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. DMK ഇപ്പുറത്തോട്ട് പിടിക്കും. OPSും KPSും മറ്റേ എസും എല്ലാം കൂടെ ചിലപ്പം വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ തമ്മിൽ നിലനിൽപ്പ് അതിന് വേണ്ടത്. അപ്പോൾ TVKയിൽ വിജയ് ഇവരെ ആരെയും അടുപ്പിക്കത്തുമില്ല, കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരത്തില്ല. ഡെപ്യൂട്ടി CM പദവി പോലും ആർക്കും കൊടുക്കത്തില്ല. ഇവരെല്ലാം മുൻ മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സ്റ്റാലിനെ മെല്ലെ ഇങ്ങോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുറിവേറ്റ് കിടക്കുക. ഇനി സ്റ്റാലിൻ തമിഴ് ദേശീയത ഒന്നും പറയാൻ നിൽക്കത്തില്ല. ഭാരത് മാതാ കീ ജയ്, ഗോമാതാ കീ ജയ് എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി സിന്ദാബാദ് എന്നും പറഞ്ഞിട്ട് അവരുടെ കൂടെ പോവില്ലാതെ സ്റ്റാലിൻ്റെ അടുത്ത് വേറെ രക്ഷയില്ല, പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. കാരണം കേസുകൾ പലതും വരാനുണ്ടാവും. ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ കേസുകളും വരും, ത്രെട്ട് പലതും ഉണ്ടാവും. കാരണം ഇത്രയും കാലം ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് ഗുണമില്ല. കൂടെ നിന്ന കോൺഗ്രസ്സുകാർ കാലും പാലും ചെയ്ത സ്ഥിതിക്ക് മെല്ലെ BJP ആയിട്ട് അലയൻസിലേക്ക് പോകും. അങ്ങനെ അലയൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ ഇവിടെ TVK ജയിച്ചെങ്കിൽ TVK ജയിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ആരാ ദുർബലപ്പെട്ടത്? പിന്നെ ഇന്ത്യ സഖ്യമാണ് ദുർബലപ്പെട്ടത്. ഇന്ത്യ സഖ്യം സ്പ്ലിറ്റായി കഴിഞ്ഞു. ഇന്ത്യ സഖ്യം മൊത്തത്തിൽ തീർന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ SP ഇവിടെ പറയാൻ വേണ്ടി പോകുന്നു, TMC തീർന്നു. TMC നേരത്തെ തുടങ്ങിയിട്ടില്ല അതിനകത്ത്. പക്ഷേ എങ്കിലും TMC എന്ന് പറയുന്നൊരു പാർട്ടി തന്നെ ഇനി അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സംശയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന തെലങ്കാന നിയമസഭയുണ്ട്. ഇപ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്നത് തെലങ്കാന. അടുത്ത വർഷം 2027 തെലങ്കാന വരാൻ പോകുന്നു, കർണാടക വരാൻ പോകുന്നു. കർണാടകയും തെലങ്കാനയും BJP അങ്ങ് തൂക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇവർക്ക് തടുത്തു നിർത്താൻ കഴിയത്തില്ല. കാരണം അത്രത്തോളം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരാകെ പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനുള്ള കോൺഗ്രസ്സുകാരും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. കുറേ ആദ്യ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോയിട്ട് 10 ദിവസം അവിടെ പോയി കെട്ടിക്കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് 3 നായരുണ്ട്. അതിന് ഏതെങ്കിലും ഒരു നായരെ അങ്ങ് ആക്കിയാൽ പോലെ 3 നായന്മാരാണ് മുഖ്യമന്ത്രിമാരാവാനുള്ളത്. അതാക്കിയാൽ മതി. അതിന് ഇത്രയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അതിനൊക്കെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. രാജ്യം മുഴുവൻ നോക്കേണ്ട ആൾക്കും മുഖ്യമന്ത്രിയാവണം, ഇവിടെ നോക്കേണ്ട ആൾക്കും മുഖ്യമന്ത്രിയാവണം, പിന്നെ തേരാപ്പാര നടന്ന ആൾക്കും മുഖ്യമന്ത്രിയാവണം. അങ്ങനെ ഈ 3 പേരിൽ ഒതുങ്ങിയത് എന്തായാലും ഒരു ഭാഗ്യമായി. കാരണം KS അങ്ങ് മാറിയൊന്നും കൊടുത്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ അവസാനം ഇവർക്ക് എനിക്ക് എൻ്റെ ഇപ്പത്തിൽ ഏറ്റവും നല്ലത് തൽക്കാലം ഇപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് പറയും, ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിച്ച് വെക്കുക. അവസാനിപ്പിച്ച് വെച്ചിട്ട് തൽക്കാലത്തേക്ക് AK ആന്റണിയെ പിടിച്ച് മുഖ്യമന്ത്രിയാകുക. 2 സൈഡിൽ ഒരാളെ കൈ പിടിക്കാൻ 2 PAമാരെ വെച്ചാൽ മതി, എഴുന്നേറ്റ് നടക്കണ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെ AK ആന്റണി 6 മാസത്തേക്ക് മുഖ്യമന്ത്രിയാക്കുക. അല്ല എന്നുണ്ടെങ്കിൽ തിരുവഞ്ചൂരിനെ പിടിച്ചാക്കുക. പിന്നെ AK ആന്റണി 6 മാസത്തേക്ക് ആക്കുകയാണെങ്കിൽ AK ആന്റണി ബൈ ഇലക്ഷനിൽ മത്സരിച്ച് മുഖ്യമന്ത്രി ആവണ്ട, അല്ല MLA ആയിട്ട് നിയമസഭ വരണ്ട. ഈ 6 മാസം കൊണ്ട് ഇതൊന്ന് ക്ലീനാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ AK ആന്റണി രാജിവെക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരിൽ നിന്ന് 3 പേരിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഫോർമുല. ഇപ്പോൾ ഇതിങ്ങനെ കാവൽ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ പിണറായി തോറ്റിട്ട് പിന്നെ ഇടതുമുന്നണി തോറ്റിട്ട് ദിവസം കുറേ ആയി. ഇപ്പോഴും പിണറായി മുഖ്യമന്ത്രി ആയിട്ടിരിക്കുക. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ 6 മാസം കൂടെ പിണറായി മുഖ്യമന്ത്രി ആയിരുന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ മാർഗ്ഗം AK ആന്റണിയെ തൽക്കാലം മുഖ്യമന്ത്രിയാക്കുക. AK ആന്റണി നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട. 6 മാസത്തെ കാലാവധിക്കുള്ളിൽ നിയമസഭയ്ക്ക് മത്സരിച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായ പ്രശ്നമുണ്ട്. അപ്പം ആ 6 മാസം തികയുന്നതിന് മുമ്പ് AK ആന്റണി മാറുക. AK ആന്റണി മാറിയിട്ട് KC വേണുഗോപാലിനെയോ VD സതീഷിനെയോ രമേശ് ചെന്നിത്തലയോ രാജൻ ജോസഫിനെയോ ആരെയാന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാക്കുക. എന്നിട്ട് പിന്നെ നിയമസഭയിൽ ഇല്ലാത്തതുകൊണ്ട് KCയോ എന്നെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മത്സരിച്ച് ജയിക്കേണ്ടി വരും. ആരെങ്കിലും MLA രാജിവെപ്പിച്ച് ജയിപ്പിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ VD രമേശ് ചെന്നിത്തലയാണെങ്കിൽ ആ പ്രശ്നം പോലും ഇല്ല.